നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ 6 ആണ്. മൊഡ്യൂൾ 6 പ്ലാസ്റ്റിക് അനാലിസിസ് ആണ് വരുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തൊക്കെ ഇലാസ്റ്റിക് തിയറിയാണ്. അതായത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ലീനിയർ ആയിട്ടുള്ള കേസ്. ഇപ്പൊ നമ്മളൊരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ ആണ് ഇവിടെ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് മൈൽഡ് സ്റ്റീൽ. അപ്പൊ അതില് ഇതിപ്പോ O എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ OA എന്നുള്ള പോർഷൻ ആണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. അതായത് അപ് ടു എ വരെ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ദെൻ അവിടെ നെക്സ്റ്റ് പോയിന്റ് വരുന്ന ഒരു അപ്പർ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ്. ദെൻ ഈ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പോയിന്റ് ഉണ്ട്, ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പൊ ആ ഇലാസ്റ്റിക് ലിമിറ്റ് വരെയുള്ള റീജിയനിലാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ മെത്തേഡുകളും നമ്മൾ ചെയ്യുന്നത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആയാലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആയാലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഇലാസ്റ്റിക് റീജിയനിൽ വരെയുള്ള കൺസിഡർ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇലാസ്റ്റിക് റീജിയനിലെ മാക്സിമം വാല്യൂ ഈൽഡ് സ്ട്രെസ്, മാക്സിമം സ്ട്രെസ് വാല്യൂ ആണ് ഈൽഡ് സ്ട്രെസ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് FY ആണ്. ഓക്കെ, അപ്പൊ ഈ FY ഈ ഒരു വാല്യൂ നമ്മുടെ സ്ട്രക്ചർ ഈൽഡ് വാല്യൂ വരെ മാക്സിമം അതിന്റെ സ്ട്രെസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് ആയിരിക്കും. അതിന്റെ കൂടുതൽ വാല്യൂ കറസ്പോണ്ടിങ് ലോഡ് ആ സ്ട്രക്ചറിന് ക്യാരി ചെയ്യാൻ പറ്റില്ല. ആ ഒരു അനാലിസിസിലാണ് ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത്. ഓക്കെ, ആ ഒരു മെത്തേഡിനെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയും. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ആ കിട്ടുന്ന സ്ട്രെസ് ആണ് വർക്കിംഗ് സ്ട്രെസ്. സോ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് ലീനിയർ ബിറ്റ്വീൻ ദ ഒറിജിൻ ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിരിക്കും. അതായത് ആ ഇലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞുള്ള തൊട്ടടുത്തുള്ള പോയിന്റ് ആണ് ഈൽഡ് പോയിന്റ്. അവിടുത്തെ സ്ട്രെസ് ആണ് ഈൽഡ് സ്ട്രെസ്. സോ അപ്പർ ഈൽഡ് പോയിന്റും ഉണ്ട്, ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ട്. ഈ അപ്പർ ഈൽഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാവും നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ. അത് ടു ലോവർ ഈൽഡ് പോയിന്റ്. അതാണ് B എന്ന് പറഞ്ഞ പോയിന്റും C എന്ന് പറയുന്ന പോയിന്റും. B അപ്പർ ഈൽഡ് പോയിന്റും C ലോവർ ഈൽഡ് പോയിന്റും. സോ ഈ ലോവർ ലിമിറ്റ് ഇല്ലേ, ലോവർ ഈൽഡ് പോയിന്റിനെ നമ്മൾ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് എടുക്കുന്നത്. ദെൻ ഈ പോയിന്റ് യൂസ് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ്, ലോവർ ഈൽഡ് പോയിന്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ട്രെസ് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള ഗ്രാഫാണ് CD എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വരുന്ന പോർഷനാണ് CD എന്ന് പറഞ്ഞ ഗ്രാഫിൽ CD എന്ന് കാണിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് സോൺ എന്ന് പറയും. സ്ട്രെയിൻ ഹാർഡനിങ് സോൺ. ദെൻ വീണ്ടും നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ D എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മുടെ അൾട്ടിമേറ്റ് പോയിന്റ്. അതായത് മാക്സിമം ആ ഒരു സ്പെസിമെന് കിട്ടാവുന്ന ലോഡ് വരെ എത്തും. അതാണ് D അൾട്ടിമേറ്റ് പോയിന്റ്. അവിടുത്തെ കറസ്പോണ്ടിങ് സ്ട്രെസ് ആണ് അൾട്ടിമേറ്റ് സ്ട്രെസ്. ദെൻ വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് കുറയും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അത് ബ്രേക്ക് ആവും. ആ ബ്രേക്കിംഗ് പോയിന്റ് ആണ് E എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രേക്കിംഗ് സ്ട്രെസ് എപ്പോഴും അൾട്ടിമേറ്റ് സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഗ്രാഫ് D എന്ന് പറഞ്ഞ പോർഷൻ പിന്നെയും താഴേക്ക് വരുന്നത്. നെക്സ്റ്റ് കൺസിഡർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കൺസിഡർ ചെയ്യുക. വിത്ത് ഗ്രാജുവലി ഇൻക്രീസിങ് ദ ലോഡ്. സോ ഇനീഷ്യലി നമുക്കറിയാം സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതിനകത്ത് നമ്മൾ ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ സ്ട്രെസ്സിന്റെ റിലേഷന്, സ്ട്രെസ് ഡയഗ്രാം, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ സ്ട്രെസ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ലീനിയർ ആയിരിക്കും. അതാണ് ഇവിടെ ഫിഗർ ബിയിൽ കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ലീനിയർ ആയിരിക്കും. ഓക്കെ, അതായത് മാക്സിമം സ്ട്രെസ് വാല്യൂ അപ്പർ പോർഷനിലായി, അതുപോലെ ബോട്ടം പോർഷൻ. ഇപ്പൊ നമ്മളൊരു ക്രോസ് സെക്ഷൻ എടുക്കുന്നത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതിന്റെ സ്ട്രെസ് വേരിയേഷൻ ആണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ലീനിയർ ആയിട്ടായിരിക്കും സ്ട്രെസ്സിന്റെ വേരിയേഷൻ വരുന്നത്. എന്താണ് ന്യൂട്രൽ ആക്സിസ്, നമ്മുടെ ന്യൂട്രൽ ആക്സിസിനകത്തായിരിക്കും 0 സ്ട്രെസ് വരും. ദെൻ ബോട്ടം കംപ്രഷനിലായാലും ടോപ്പ് കംപ്രഷനിലായാലും ടോപ്പ് മോസ്റ്റ് ഫൈബറിലായിരിക്കും മാക്സിമം സ്ട്രെസ് വരിക. അവിടുത്തെ വാല്യൂ ആണ് F എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനീഷ്യലി നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്ട്രെസ് കർവ് ആണ്. ദെൻ നമ്മൾ വീണ്ടും അഗെയിൻ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്.
സോ നെക്സ്റ്റ് നമ്മൾ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിലെ എക്സ്റ്റേണൽ ഫൈബേഴ്സ്, ഈ ഒരു ക്രോസ് സെക്ഷന്റെ എക്സ്റ്റേണൽ ഫൈബേഴ്സ്, നമ്മളെ ബോട്ടത്തിലെയും അതുപോലെ ടോപ്പിലെയും എക്സ്റ്റേണൽ ഫൈബേഴ്സ്, അപ്പോൾ അതിന്റെ മാക്സിമം ഈൽഡ് സ്ട്രെസ്, മാക്സിമം കപ്പാസിറ്റി ആയിട്ടുള്ള ഈൽഡ് സ്ട്രെസ്സിലെത്തും. അതാണ് സെക്കൻഡ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ടോപ്പ് മോസ്റ്റ് ഫൈബറും അതുപോലെ ബോട്ടത്തിലെ ഫൈബേഴ്സും, എക്സ്റ്റേണൽ ഫൈബേഴ്സ് എഫ് എന്നുള്ള വാല്യൂ മാറിയിട്ട് FY, അതിന് മാക്സിമം വാല്യൂ FYയിലെത്തി. ദെൻ അഗെയിൻ നമ്മൾ ഈ ഫൈബേഴ്സിന്റെ കപ്പാസിറ്റി ഇപ്പോൾ മാക്സിമം കപ്പാസിറ്റിയിലെത്തി. ഈ ഒരു ഫൈബേഴ്സ് അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ, ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം കപ്പാസിറ്റിയിൽ എത്തി. ഇനി നമ്മൾ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഇലാസ്റ്റിക് റീജിയൻ കഴിഞ്ഞു, നെക്സ്റ്റ് പ്ലാസ്റ്റിക് റീജിയനിലേക്ക് എത്തി. ഇനി വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഔട്ടർ ഫൈബേഴ്സ് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും, ആൻഡ് ബൈ കോൺട്രാക്ടിങ് വിത്തൗട്ട് റെസിസ്റ്റിംഗ് ദ എക്സ്റ്റേണൽ ലോഡ്സ്. സോ ഔട്ടർ മോസ്റ്റ് ഫൈബേഴ്സ് എക്സ്പാൻഡ് ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും വിത്തൗട്ട് റെസിസ്റ്റിംഗ് ദ ലോഡ്. അപ്പൊ ആ ഒരു ഔട്ടർ ഫൈബേഴ്സ് എന്താ അതിന് മാക്സിമം കപ്പാസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഔട്ടർ ഫൈബേഴ്സിന് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, റെസിസ്റ്റ് ചെയ്യാനുള്ള മാക്സിമം കപ്പാസിറ്റി എത്തിയിട്ടുണ്ട്. അപ്പൊ അത് റെസിസ്റ്റ് ചെയ്യൂല. ബട്ട് അതിന്റെ അപ്പോൾ തൊട്ടടുത്തുള്ള ഇപ്പൊ ഔട്ടർ ഫൈബേഴ്സ് അവിടെ കപ്പാസിറ്റി എത്തി. അതിന്റെ തൊട്ടടുത്തുള്ള ലെയർ, ബോട്ടത്തിലും അതുപോലെ അതിന്റെ തൊട്ടടുത്തുള്ള ലെയർ ആ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ തൊട്ടടുത്തുള്ള ലെയേഴ്സ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി അല്ല FYയിലെത്തും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചോ. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഈ ഫിഗറിനകത്ത് ഇതിന്റെ ഔട്ടർ മോസ്റ്റിലുള്ള ഫൈബേഴ്സ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി FYയിലെത്തി. വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഈ ഔട്ടർ ഫൈബേഴ്സിന് അതിന്റെ മാക്സിമം കപ്പാസിറ്റി എത്തിയല്ലോ. അപ്പൊ നെക്സ്റ്റ് അതിന്റെ തൊട്ടടുത്തുള്ള ലെയർ അതിന്റെ ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ അതും അതിന്റെ മാക്സിമം കപ്പാസിറ്റി എത്തി. അതുപോലെ ഇവിടെ ബോട്ടം സൈഡിലും അതും അതിന്റെ മാക്സിമം കപ്പാസിറ്റി എത്തി. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റെക്ടാങ്കുലർ പോലെ സ്ട്രൈറ്റ് പോർഷൻ വന്നത്. അപ്പോൾ തൊട്ടടുത്തുള്ള ലെയേഴ്സും അതിന്റെ മാക്സിമം കപ്പാസിറ്റി എത്തി. വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഇത് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫൈബേഴ്സ്, ഉള്ളിലുള്ള ഓരോ ഫൈബേഴ്സും ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം എത്തുമ്പോൾ ഇതിന്റെ എല്ലാ ഫൈബേഴ്സും അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ എത്തും. എല്ലാ ഫൈബേഴ്സും ഈൽഡ് ചെയ്ത് അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ എത്തി. ആഫ്റ്റർ all fibers at a section yield, the section behaves like a hinge for further load. That is, hinge means it rotates freely without resisting any additional moment. So എല്ലാ ഫൈബേഴ്സും അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തി, ഈൽഡ് സ്ട്രെസ്സിൽ വാല്യൂ എത്തി. അപ്പൊ ഈൽഡിങ് ആയി. എല്ലാ ഫൈബേഴ്സും ഈൽഡിങ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിനി ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് റോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ, മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിനകത്ത് അത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് അതിനെ പ്ലാസ്റ്റിക് ഹിഞ്ച് എന്ന് പറയും. ഓക്കെ, അതാണ് പ്ലാസ്റ്റിക് ഹിഞ്ച്. അതാണ് നമ്മുടെ ഇവിടെ ലാസ്റ്റ് ഫിഗേഴ്സിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ ഫൈബേഴ്സും ബോട്ടം ഫൈബേഴ്സും അതുപോലെ ടോപ്പിലെ ഫൈബേഴ്സും എല്ലാം അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിൽ എത്തി. അതാണ് നമ്മുടെ ഈ ലാസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത്, ഫുൾ റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇതിന്റെ ബോട്ടത്തിലെയും അതുപോലെ ടോപ്പിലെയും സെക്ഷനും ഒരുപോലെ ആയിരിക്കും. ആൻഡ് ഇവിടെ ഈ ഒരു 0 വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സ്ട്രെസ് 0 ആയിരിക്കുന്ന ഈ പോർഷൻ, ഈ ഒരു കറസ്പോണ്ടിങ് ആക്സിസ് ആണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ആണ് ഈ ഒരു പോയിന്റ്. അതായത് ആ ഒരു പോയിന്റിൽ സ്ട്രെസ് 0 ആയിരിക്കും, പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഡിവൈഡ് ചെയ്യുന്നത് ടോട്ടൽ ഏരിയന്റെ ഹാഫ് ആയിരിക്കും. സോ ഈ ഒരു സെക്ഷന്റെ ടോട്ടൽ ഏരിയ, ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ ഏരിയ, ടോട്ടൽ ഏരിയ A ആണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഫോം ചെയ്തതിന് ശേഷം മുകളിലുള്ള ഈ ഒരു പോർഷന്റെ ഏരിയ A/2 ആയിരിക്കും. അതുപോലെ താഴത്തെ റെക്ടാങ്കുലർ പോർഷന്റെ ഏരിയയും A/2 ആയിരിക്കും. അപ്പൊ ടോട്ടൽ ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന ആക്സിസ് കൂടെയാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, so let us consider the load carrying capacity of a fixed beam shown in figure 12.3. Fixed beam നമുക്കറിയാം indeterminate ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. Then in this fixed beam maximum bending moment occurs at the support. Maximum bending moment സപ്പോർട്ടിലായിരിക്കും ഉണ്ടാവുന്നത്. Then നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ എക്സ്ട്രീം ഫൈബേഴ്സ് ഈ ഫിക്സഡ് ബീമിലെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഫിക്സഡ് ബീമിലാണ്. സോ ഫിക്സഡ് ബീമിന്റെ ക്രോസ് സെക്ഷനിലെ എക്സ്ട്രീം ആയിട്ടുള്ള ഔട്ടർ മോസ്റ്റ് ഫൈബേഴ്സിനകത്താണ് ഈൽഡിങ് സംഭവിക്കുക. ദെൻ നമ്മൾ വീണ്ടും ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു
സപ്പോർട്ടിലുള്ള എല്ലാ സെക്ഷനും yielding ഉണ്ടാവും. For further increase of load, entire section at the support yields. Then even at this stage, the structure will not collapse since a beam with 2 hinges at the ends in a stable structure. So ഇങ്ങനെ മാക്സിമം അതൊരു yielding സംഭവിച്ചു. എല്ലാ ഒരു സപ്പോർട്ടിനകത്തുള്ള എല്ലാ ക്രോസ് സെക്ഷനും എല്ലാ ഫൈബേഴ്സും yielding സംഭവിച്ചു. നമ്മുടെ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ കാണിച്ചതുപോലെ ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഈ ഒരു ഫിഗറിൽ കാണിച്ച പോലെ നമ്മുടെ സപ്പോർട്ടിനകത്തുള്ള എല്ലാ ഫൈബേഴ്സും yielding സംഭവിച്ചിട്ട് ഇതുപോലെ നമ്മളവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. സോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ സപ്പോർട്ടിനകത്ത് 2 സപ്പോർട്ടാണ് ഇവിടെ വരുന്നത്. ഫിക്സഡ് സപ്പോർട്ട് സപ്പോസ് ഇത് എ ആണ്, അതുപോലെ ഇവിടെ ബി ആണെങ്കിൽ എയിലും ബിയിലും ഹിഞ്ചസ് ഫോം ചെയ്യും. അപ്പൊ എയിലും ബിയിലും ഹിഞ്ചസ് ഫോം ചെയ്യുമ്പോൾ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ആവും. സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് അല്ലെങ്കിൽ റോളർ ആകുമ്പോൾ ആണ് സിംപ്ലി സപ്പോർട്ടഡ് വരുന്നത്. സോ ഇത് ഫിക്സഡ് സപ്പോർട്ട് ഒരു നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാ സപ്പോർട്ടിലെ എല്ലാ ഫൈബേഴ്സും yielding സംഭവിച്ചു. അങ്ങനെ ഇത് ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആയി. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സിംപ്ലി സപ്പോർട്ടറിന്റെ കേസിനകത്ത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് സെൻട്രലാണ്. സോ സെൻട്രലിലെ ഫൈബേഴ്സ് ആണ് പിന്നെ അതിന്റെ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുക. അങ്ങനെ വീണ്ടും ആ സെൻട്രലിലെ ഫൈബേഴ്സ് സെൻട്രലിലുള്ള ക്രോസ് സെക്ഷൻ ഈ ഒരു ലോഡിനെ റെസിസ്റ്റ് ചെയ്യും. till all fibers at the midsection yield. അതിന്റെ കേസിലും എല്ലാ ഫൈബേഴ്സും yielding എത്തുന്നവരെ മാക്സിമം അത് ലോഡിനെ റെസിസ്റ്റ് ചെയ്യും. സോ elastic theory underestimates the load carrying capacity of the structure. Thus the elastic theory underestimates the load carrying capacity of the structure. So elastic theory യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇത്രയും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കിട്ടില്ല. അത് ആ ഒരു ഫെയിൽ ആവുന്ന വരെയുള്ള ലോഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഫോർ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് ദിസ് അണ്ടർ എസ്റ്റിമേഷൻ ഈസ് ഹയർ. സോ ഈ ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനാണെങ്കിൽ ഈ അണ്ടർ എസ്റ്റിമേഷൻ വാല്യൂ കൂടുതലായിരിക്കും. ഹെൻസ് ദ ടേം ഫാക്ടർ ഓഫ് സേഫ്റ്റി ഈസ് നോട്ട് ഗിവിംഗ് ദ ഐഡിയ അബൌട്ട് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രക്ചർ. അതുകൊണ്ട് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കുമ്പോൾ അത് നമുക്ക് എക്സാക്ട് കറക്റ്റ് വാല്യൂ കിട്ടില്ല. ഹെൻസ് ന്യൂ തിയറി കോൾ പ്ലാസ്റ്റിക് തിയറി ഹാസ് ബീൻ ഡെവലപ്ഡ്. അങ്ങനെയാണ് പ്ലാസ്റ്റിക് തിയറി അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ദിസ് തിയറി ഗിവ്സ് ദ കറക്റ്റ് ഐഡിയ അബൌട്ട് ദ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ സ്ട്രക്ചർ. ദ പ്ലാസ്റ്റിക് തിയറി ഗിവ്സ് ദ കറക്റ്റ് ഐഡിയ ഓഫ് ദ load carrying capacity of the structure. It is based on the concept that the structure will carry load till plastic hinges are formed at a sufficient point to cause collapse of the structure. So plastic theory analysis കൺസിഡർ ചെയ്യുന്നത് ഒരു സ്ട്രക്ചറിനുള്ള അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് ടിൽ പ്ലാസ്റ്റിക് ഹിഞ്ചസ് ആർ ഫോം ടു കൊളാപ്സ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാസ്റ്റിക് ഹിഞ്ച് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനെയും കൺസിഡർ ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക് തിയറിയിൽ വരുന്നത്. So however, to make the theory simple, strain hardening of the material is neglected, which means the load carrying capacity of the structure is actually a little more than what plastic theory predicts. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിനകത്ത് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ കണ്ടിരുന്നു. സ്ട്രെയിൻ ഹാർഡനിങ് ആയിരുന്നു. ആ ഒരു പോർഷൻ ഇവിടെ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അത് കാരണം തന്നെ നമ്മൾ പ്ലാസ്റ്റിക് തിയറി യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റിനേക്കാൾ കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. which means that load carrying capacity of the structure is actually little more than what plastic theory predicts. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രക്ചർ സേഫ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന വാല്യൂനെ നമ്മൾ പ്ലാസ്റ്റിക് തിയറി യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂനേക്കാൾ കൂടുതലായിരിക്കും ആക്ച്വലി ആ ഒരു ബീമിനുള്ള കപ്പാസിറ്റി. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു മെത്തേഡ് സേഫ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. നെക്സ്റ്റ് സം ഡെഫിനിഷൻസ് ഓഫ് പ്ലാസ്റ്റിക് ഹിഞ്ച് ആൻഡ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. സോ പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ ആണ്. ക്വസ്റ്റിന് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് ഡെഫിനിഷൻ എഴുതാൻ വേണ്ടിയിട്ട്. So plastic hinge, it is a section at which all the fibers have yielded and hence for any further load rotation take place at that section without resisting any additional moment. നമ്മൾ പറഞ്ഞു മാക്സിമം ലോഡ് ക്യാരിങ് കപ്പാസിറ്റി അത് എത്തും. നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ക്രോസ് സെക്ഷൻ ഒരു സെക്ഷന് എല്ലാ ഫൈബേഴ്സും അതിന് yielding ആവും. അതിന്റെ ഇന്റേണൽ ഫൈബേഴ്സും എക്സ്റ്റേണൽ ഫൈബേഴ്സ് മാത്രമല്ല
ഇന്റേണൽ ഫൈബേഴ്സ് എല്ലാം ഈൽഡിങ് സംഭവിക്കും. ദെൻ വീണ്ടും നമ്മൾ ഈൽഡിങ് സംഭവിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹിഞ്ച് പോലെ ഫോം ചെയ്യും ആൻഡ് അവിടെ റൊട്ടേഷൻ സംഭവിക്കും. Hence, for any further load, rotation take place at that section without resisting any additional moment. അതിന് പിന്നെ മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് അവിടെ റൊട്ടേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. Plastic moment capacity of a section may be defined as the moment which makes all the fibers at the section to yield and thereby form a plastic hinge. ഈ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുന്നത് അവന്റെ മാക്സിമം മൊമെന്റ് കാരിങ് കപ്പാസിറ്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. Plastic moment capacity of a section may be defined as the moment which makes all the fibers at the section to yield thereby form a plastic hinge. നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. ആ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാവുന്ന കറസ്പോണ്ടിങ് മൊമെന്റിനെയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി. അതായത് അവിടെ മാക്സിമം മൊമെന്റ് കപ്പാസിറ്റി ആ ഒരു മൊമെന്റിലാണ് അവിടെ ആ ഒരു സെക്ഷനകത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യുക. പിന്നെ അതിന് എക്സ്ട്രാ മൊമെന്റ് എടുക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പൊ ആ മാക്സിമം മൊമെന്റ് കപ്പാസിറ്റിയാണ് പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ നമുക്ക് പ്ലാസ്റ്റിക് തിയറിയില് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസും ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അസംഷൻസ്. The following assumptions are made in the plastic theory. First one, the stress-strain relationship is idealized to two straight line as shown in this figure. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇവിടെ നമ്മൾ മൈൽസ്റ്റീന്റെ കർവ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിന് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ ഐഡിയലൈസ്ഡ് ചെയ്തു ടു സ്ട്രൈറ്റ് ലൈൻസ്. ഇനീഷ്യലി ഇതാണ് ഇൻക്ലൈൻ ലൈന്, ദെൻ സ്ട്രൈറ്റ് ലൈന്. അപ്പൊ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അതായത് സ്ട്രെയിൻ ഹാർഡനിങ്ങിന്റെ എഫക്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു സ്ട്രെയിൻ ഹാർഡനിങ് സോൺ ഉണ്ടായിരുന്നു, അതിനെ നെഗ്ലക്ട് ചെയ്തു. രണ്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്തു. അപ്പൊ ഇനീഷ്യലി ഉള്ള ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് ഇലാസ്റ്റിക് റീജിയൻ. ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് പ്ലാസ്റ്റിക് റീജിയൻ വരുന്നത്. ഓക്കെ, so second point, plane section before bending remains plane after bending, that is the shear deformation is neglected. സോ ഇവിടുത്തെ സെക്കൻഡ് അസംഷൻ നമ്മൾ സാധാരണ നമ്മളെ ബെൻഡിങ് തിയറിനകത്തൊക്കെ കാണുന്ന അസംഷൻ തന്നെയാണ്. പ്ലെയിൻ സെക്ഷൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, ഷിയർ ഡിഫോർമേഷൻ നെഗ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു അസംഷൻ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ്, the relationship between compressive stress and compressive strain is same as between tensile stress and tensile strain. Okay, compressive stressഉം compressive strainഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും ടെൻസൈൽ സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. Fourth point, whenever a fully plastic moment is attained at any cross section, a plastic hinge forms which can undergo rotation of any magnitude, but the bending moment remains constant at the fully plastic value. So നമ്മൾ പറഞ്ഞ ഒരു ഹിഞ്ച് ഫോം ചെയ്യുമ്പോൾ അതിന്റെ മാക്സിമം മൊമെന്റ് കപ്പാസിറ്റി എത്തും. അതിനാണ് ഫുള്ളി പ്ലാസ്റ്റിക് മൊമെന്റ്. ദെൻ ഈ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് നമ്മൾ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്യാം, അവിടെ ഒരു റൊട്ടേഷൻ സംഭവിക്കും. അപ്പൊ ആ റൊട്ടേഷൻ എനി മാഗ്നിറ്റ്യൂഡ് ആവാം, ബട്ട് ദ ബെൻഡിങ് മൊമെന്റ് റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ദ ഫുള്ളി പ്ലാസ്റ്റിക് വാല്യൂ. റൊട്ടേഷന് ഏത് മാഗ്നിറ്റ്യൂഡ് വാല്യൂ വരാം, എത്ര വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം, ബട്ട് അതിന്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആ ഫുള്ളി പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി തന്നെ ആയിരിക്കും. Fifth point, effect of axial load and shear on fully plastic moment capacity of the section is neglected. Axial ലോഡിന്റെ എഫക്റ്റും അതുപോലെ ഷിയറിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ആ പ്ലാസ്റ്റിക് മൊമെന്റ് കപ്പാസിറ്റി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. Sixth point, the deflection in the structure are small enough for the equation of static equilibrium to be same as that for undeformed structures. ഡിഫ്ലക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. നമ്മൾ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ വിൽ ബി സെയിം ആസ് ദോസ് ഫോർ അൺഡിഫോംഡ് സ്ട്രക്ചേഴ്സ്. അൺഡിഫോംഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ അതേപോലെ തന്നെ ആയിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് തിയറിയുടെ അസംഷൻസ്. 6 അസംഷൻസ് ആണ്, യൂണിവേഴ്സിറ്റി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും പഠിക്കണം. സോ നെക്സ്റ്റ് ടേം ഷേപ്പ് ഫാക്ടർ. ഷേപ്പ് ഫാക്ടറും ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് ചോദിക്കാറുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെയാണ് ചോദിക്കാറ്. റെക്ടാങ്കുലറിൻ്റെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യാൻ, അതുപോലെ ട്രയാങ്കിൾ സർക്കിളിൻ്റെ ഒക്കെ ഷേപ്പ് ഫാക്ടർ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. സോ ഷേപ്പ് ഫാക്ടർ എന്താണെന്ന് പറയാം. ഫസ്റ്റ് നമുക്കറിയാം നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ ഓർമ്മയില്ലേ,
എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ. ഇതാണ് നമ്മുടെ ഈ എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതിൽ ഈ ഫസ്റ്റ് രണ്ട് ടേംസ് എടുക്കുക. എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ. അതിൽ നമുക്ക് എഫ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ് ആണ്, എം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ്, ഐ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിലെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, വൈ മാക്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ സെക്ഷനിലേക്കുള്ള ഡെപ്ത്ത്, മാക്സിമം ഡെപ്ത്ത്. സോ ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് എഴുതാം എമ്മിൻ്റെ വാല്യൂ എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ ബൈ വൈ എന്ന് വരും. എം ഇവിടെ വെച്ചു, ഐനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ ബൈ വൈ എന്ന് വരും. ദെൻ ഐ ബൈ വൈ എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയും. ഐ ബൈ വൈ എന്ന് പറഞ്ഞാൽ സെക്ഷൻ മോഡുലസ്, അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെഡ് എന്നുള്ള ടേമാണ്. സോ വി ഹാവ് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ ബൈ വൈ, ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ് എന്ന് വരും. എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ്. സോ ഇത് ഇലാസ്റ്റിക് തിയറിയുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. സോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ദ ബെൻഡിങ് മൊമെൻറ്റ് എം ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് ദ ബെൻഡിങ് സ്ട്രെസ് എഫ് ആസ് എം ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ്, വെർ എസ് സെഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മോഡുലസ് ഓഫ് ദ സെക്ഷൻ, that is section modulus. So defining the moment causing extreme fiber to yield as yield moment. നമ്മൾ പറഞ്ഞ എക്സ്ട്രീം ഫൈബേഴ്സ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്തുന്ന മൊമെൻറ്റ് yielding സ്ട്രെസ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻറ്റിന് നമ്മൾ yielding മൊമെൻറ്റ് എന്ന് പറയുകയാണ്. സോ നമ്മുടെ ഇക്വേഷൻ ചേഞ്ചസ് ടു എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു സെഡ്. എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു സെഡ് എന്ന് എഴുതി. Then if the plastic moment capacity of the section is MP, we define the plastic modulus of the section ZP as the ratio of plastic moment capacity to yield stress. So ഇതുപോലെ തന്നെ ഇത് നമ്മൾ yield moment ആണ്. yield moment My is equal to Fy into Z എന്ന് എഴുതി. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് മൊമെൻറ്റിനെ എഴുതാം. പ്ലാസ്റ്റിക് മൊമെൻറ്റിൻ്റെ കേസിൽ എഴുതുമ്പോൾ എന്ത് വരും? Myക്ക് പകരം MP is equal to എഫ് വൈ. ഈൽഡ് സ്ട്രെസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അത് ചേഞ്ച് ഒന്നും വരില്ല. എഫ് വൈ ഇൻറ്റു സെഡ് പി എന്ന് വരും. എഫ് വൈ സെയിം ആയിരിക്കും. ഇലാസ്റ്റിക് അനാലിസിസ് ആണെങ്കിലും പ്ലാസ്റ്റിക് അനാലിസിസ് ആണെങ്കിലും ഈൽഡ് സ്ട്രെസ് ചേഞ്ച് ഒന്നും വരില്ല. അത് പെർട്ടിക്കുലർ മെറ്റീരിയലിന് ഈൽഡ് സ്ട്രെസ് എപ്പോഴും സെയിം ആയിരിക്കും. സോ പ്ലാസ്റ്റിക് അനാലിസിസ് കറസ്പോണ്ടിങ് മൊമെൻറ്റ് പ്ലാസ്റ്റിക് മൊമെൻറ്റും അതുപോലെ സെഡ് പി സെക്ഷൻ മോഡുലസ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വരും. സോ ഈ റിലേഷന് എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു സെഡ് പി. സോ ഈ റിലേഷനിൽ നമുക്ക് സെഡ് പിയുടെ വാല്യൂ എഴുതാം. ഓക്കെ, സെഡ് പി ഇസ് ഈക്വൽ ടു എന്ത് വരും? എം പി ബൈ എഫ് വൈ. ദാറ്റ് മീൻസ് എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു സെഡ് പി. Then നമ്മുടെ ഷേപ്പ് ഫാക്ടർ. The term shape factor may be defined as the ratio of plastic moment capacity to the yield moment. ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. എസ് ഇസ് ഈക്വൽ ടു എം പി ബൈ എം വൈ, റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ടു ഈൽഡ് മൊമെൻറ്റ്. ദെൻ പ്ലാസ്റ്റിക് മൊമെൻറ്റ് നമുക്ക് എഴുതാം എഫ് വൈ ഇൻറ്റു സെഡ് പി, അതുപോലെ ഈൽഡ് മൊമെൻറ്റ് എഫ് വൈ ഇൻറ്റു സെഡ്. ദെർഫോർ എം പി ബൈ എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു സെഡ് പി ബൈ എഫ് വൈ ഇൻറ്റു സെഡ്. സോ എഫ് വൈ എന്നുള്ള ഈൽഡ് സ്ട്രെസ് ആണ്, കോമൺ ആണ്, അത് ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെഡ് പി ബൈ സെഡ്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഷേപ്പ് ഫാക്ടറിനെ നമുക്ക് രണ്ട് റിലേഷനായിട്ട് പറയാം. റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി ടു ഈൽഡ് മൊമെൻറ്റ്, അതുപോലെ തന്നെ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ടു സെക്ഷൻ മോഡുലസ്. ദെൻ നോട്ട് ദാറ്റ് ദ ഷേപ്പ് ഫാക്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി സിൻസ് ദ പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി എം പി ഈസ് മോർ ദാൻ ദ ഈൽഡ് മൊമെൻറ്റ്. നമുക്കറിയാം പ്ലാസ്റ്റിക് മൊമെൻറ്റ് കപ്പാസിറ്റി നമ്മൾ എക്സ്ട്രാ മാക്സിമം അഡീഷണൽ ക്യാരിങ് കപ്പാസിറ്റി കൂടെ കൺസിഡർ ചെയ്യുന്നതാണ്. ഹിഞ്ച് ഫോം ചെയ്ത് മാക്സിമം അതിന് കൊളാപ്സ് എത്തുന്നത് വരെയുള്ള മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇലാസ്റ്റിക് അനാലിസിൽ അങ്ങനെയല്ല, അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിൽ വരെയുള്ള വാല്യൂ എടുക്കുന്നുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് പ്ലാസ്റ്റിക് അനാലിസിനകത്ത് നമ്മൾ അതിൻ്റെ അഡീഷണൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതായത് പ്ലാസ്റ്റിക് മൊമെൻറ്റ് വാല്യൂ എം പിയുടെ വാല്യൂ എപ്പോഴും കൂടുതലായിരിക്കും കമ്പയർഡ് ടു എം വൈ വാല്യൂ. സോ ഇവിടെ ഷേപ്പ് ഫാക്ടർ എന്നുള്ളത് എം പി ബൈ എം വൈ ആണ്. എം പിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഷേപ്പ് ഫാക്ടർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, and the shape factor is the property of the section. shape factor എന്നുള്ളത് സെക്ഷണൽ പ്രോപ്പർട്ടീസിൻ്റെ സെക്ഷൻ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ലോഡിനെ അതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് ബീം അങ്ങനെ ബീമിൻ്റെ ടൈപ്പ് ഓഫ് ബീമിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ആ ഒരു സെക്ഷൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് ഷേപ്പ് ഫാക്ടർ പറയുക. ഷേപ്പ് ഫാക്ടർ ഫോർ വേരിയസ് സെക്ഷൻസ് നമുക്ക് നോക്കാം. Then next first one rectangular section ആണ്. So consider a rectangular section of width B and depth D as shown in the figure. Then the stress diagram corresponding to yield moment and plastic moment is shown in figure. So നമുക്ക് ഇനി shape factor calculate ചെയ്യാം. So let us consider a rectangular section of width B and depth D. So this is the cross section.
ദെൻ നെക്സ്റ്റ് ഇതാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, ലീനിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ കേസ് ഇലാസ്റ്റിക് അനാലിസിസ്. ഇലാസ്റ്റിക് അനാലിസിസിൽ നമ്മുടെ ലീനിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലെ ലീനിയർ ആയിരിക്കും. മാക്സിമം സ്ട്രെസ് ടോപ്പ് ഫൈബേഴ്സിലും ബോട്ടം ഫൈബേഴ്സിലാണ് ഉണ്ടാവുക. ദെൻ ഈ ഒരു ഫിഗർ ഈ ദീസ് ഫിഗർ ആണ് എന്ത് നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ പ്ലാസ്റ്റിക് അനാലിസിസ്. പ്ലാസ്റ്റിക് അനാലിസിലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫസ്റ്റ് ഫിഗർ കാണിച്ചിരുന്നില്ലേ, അതിൽ ഇവിടുത്തെ ഈ ഒരു ഇതാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഈ ടോട്ടൽ ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടുത്തെ ഏരിയ A1 ഇത് A2 ആണെങ്കിൽ A1 is equal to A2 is equal to ടോട്ടൽ ഏരിയ ക്യാപിറ്റൽ A ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും A1 ഉം A2 ഈക്വൽ ആയിരിക്കും. അതിൻ്റെ A1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയയുടെ പകുതി ആയിരിക്കും, അതുപോലെ A2 എന്ന് പറഞ്ഞാലും ടോട്ടൽ ഏരിയയുടെ പകുതി ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരച്ചു, പ്ലാസ്റ്റിക് അനാലിസിസിലെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനും വരച്ചു. ദെൻ നമുക്ക് വി നോ ദാറ്റ് My is equal to Fy into Z. നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. My equal to Fy into Z ആണ്. ഈൽഡ് മൊമെൻറ്റ് is equal to ഈൽഡ് സ്ട്രെസ് ഇൻറ്റു സെക്ഷൻ മോഡുലസ്. റെക്ടാങ്കുലർ ആയിട്ടുള്ള റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം BD²/6 ആണ്. BD²/6 ആണ് നമ്മുടെ ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ്. ഓക്കെ, അതായത് Z എന്ന് പറഞ്ഞാൽ I/Y ആണല്ലോ. Z എന്ന് പറഞ്ഞാൽ I/Y ആണ്. റെക്ടാങ്കുലർ സെക്ഷൻ്റെ I എന്ന് പറഞ്ഞാൽ BDQ/12 ആണ്. ദെൻ Y എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് ആണ്, മാക്സിമം ഡെപ്ത് ആണ്. സോ ടോട്ടൽ ഡെപ്ത് D ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് ആണ്. സോ ടോട്ടൽ ഇത് D ആണെങ്കിൽ D/2 ആണ് വരിക. ഓക്കെ, മാക്സിമം ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു D/2 ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡെപ്ത് D/2 എന്ന് വരും. സോ BDQ/12/D/2 ചെയ്യുമ്പോൾ വി ഗെറ്റ് BD²/6 വരും. അങ്ങനെയാണ് Z-ൻ്റെ വാല്യൂ BD²/6 വരുന്നത്. സോ വി ഹാവ് My is equal to Fy into BD²/6 വരും. നെക്സ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ അനാലിസിസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫിഗർ എടുക്കുക. ഈ ഫിഗറിനകത്ത് A1 എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കംപ്രഷൻ ആണ്. ആൻഡ് A2 എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ടെൻഷൻ. നമുക്കറിയാം ടോപ്പ് സൈഡ് കംപ്രഷൻ ആയിരിക്കും, ബോട്ടം സൈഡ് ടെൻഷൻ ആയിരിക്കും. A1 എന്ന് പറഞ്ഞാൽ കംപ്രഷൻ സൈഡിലെ ഏരിയയും A2 എന്ന് പറഞ്ഞാൽ ടെൻഷൻ സൈഡിലെ ഏരിയ ആണ് വരുന്നത്. ദെൻ നമുക്കറിയാം ഇവിടുത്തെ ഫോഴ്സ് ക്യാപിറ്റൽ F നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ് വരിക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സോ ടോപ്പ് സൈഡിലുള്ള ഫോഴ്സ് കംപ്രസീവ് ഫോഴ്സ് ആണ്, ബോട്ടം സൈഡിലുള്ള കൊടുത്തിരിക്കുന്ന ഫോഴ്സ് ടെൻസൈൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഇത് ടെൻസൈൽ ഫോഴ്സും ദിസ് വൺ കംപ്രസീവ് ഫോഴ്സും ആണ്. ദെൻ ഈ കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സിലേക്കും ആക്ട് ചെയ്യുന്നതിലേക്കുള്ള ഡിസ്റ്റൻസ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ ഒരു ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് എന്താണ് D/2 ആണ്. ടോട്ടൽ ഇത് D/2 ആണ്. അതിൻ്റെ സെൻറ്ററിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ D/2ൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ D/4 വരും. ഓക്കെ, നമുക്കറിയാലോ റെക്ടാങ്കുലറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും. സോ ഓൾറെഡി ഈ റെക്ടാങ്കുലറിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ D/2 ആണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ D/2 × 1/2 ദാറ്റ് ഈസ് D/4. അതാണ് ഇവിടുത്തെ Y1 എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ് Y1. അതുപോലെ കംപ്രഷൻ സൈഡ് എടുത്താൽ FC ഇവിടുത്തെ ഫോഴ്സാണ് കംപ്രസീവ് ഫോഴ്സ്. അത് ആക്ട് ചെയ്യുന്നതും ഈ ഒരു സെക്ഷൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. സോ ന്യൂട്രൽ ആക്സിസിലേക്ക് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് Y2 എന്ന് പറഞ്ഞാൽ D/4 വരും. ഓക്കെ, സോ നമ്മൾ എഴുതുകയാണ് FC is equal to FT കംപ്രസീവ് ഫോഴ്സ്. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് is equal to ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ആയിരിക്കും. സോ ഫോഴ്സ് is equal to സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സോ നമ്മൾ അതിനെ സ്ട്രെസ് ഇൻറ്റു ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് ഇൻറ്റു ഏരിയ. സോ കംപ്രസീവ് ഫോഴ്സ് is equal to Fy into A1. A1 എന്നാണ് കംപ്രഷൻ സൈഡിലെ ഏരിയ. അതുപോലെ FT is equal to Fy into A2. Fy ഈൽഡ് സ്ട്രെസ്, ദെൻ ഏരിയ ഓഫ് ദ ടെൻഷൻ സൈഡ് A2. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് A1 is equal to A2 ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു A/2. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ടോട്ടൽ ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. ആൻഡ് ടോട്ടൽ ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക മീൻസ് ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറഞ്ഞാൽ A/2 ആയിരിക്കും. ഓക്കെ, വേർ A ഈസ് ദ ടോട്ടൽ ഏരിയ. Then this plastic neutral axis divide the area into two equal halves and in rectangular section it is at mid depth. റെക്ടാങ്കുലർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മിഡ് ഡെപ്തിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാലോ റെക്ടാങ്കുലർ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിട്ടാണ്. അപ്പോൾ ഈക്വൽ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സിമെട്രിക്കൽ ആണല്ലോ. അപ്പോൾ സെൻട്രൽ തന്നെ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്യുക.
ദെൻ നമുക്ക് എഴുതാം പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു എം പി ഇസ് ഈക്വൽ ടു നമ്മൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എം പി ഇസ് ഈക്വൽ ടു അതുകൊണ്ട് 2 കംപ്രഷൻ സൈഡും ടെൻഷൻ സൈഡും എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ എം പി ഇസ് ഈക്വൽ ടു എഫ് സി ഇൻറ്റു y1 പ്ലസ് എഫ് ടി ഇൻറ്റു y2. എം പിനെ നമ്മൾ എഴുതിയില്ലേ, എം പി ഇസ് ഈക്വൽ ടു മൊമെൻ്റ് ആണ്, ദാറ്റ് ഈസ് എഫ് സി ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ നമുക്കിവിടെ 2 കംപ്രഷൻ സൈഡും വരുന്നുണ്ട്, ടെൻഷൻ സൈഡും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എം പി ഇസ് ഈക്വൽ ടു കംപ്രസീവ് ഫോഴ്സ് ഇൻറ്റു അതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് y1 ദെൻ പ്ലസ് എഫ് ടി ഇൻറ്റു y2. ദെൻ നമുക്ക് എഫ് സിക്ക് കംപ്രസീവ് ഫോഴ്സിന് നമ്മൾ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്സിൻ്റെ ടേമിൽ എഴുതി എഫ് വൈ ഇൻറ്റു A1 ഇവിടെ എഴുതിയില്ലേ, എഫ് വൈ ഇൻറ്റു A1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് സി എഫ് വൈ ഇൻറ്റു A1 ദെൻ y1 പ്ലസ് എഫ് ടിക്ക് എഫ് വൈ ഇൻറ്റു A2 ദെൻ y2. സോ നമുക്ക് എഫ് വൈ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം, എഫ് വൈ. അതുപോലെ A1ഉം A2 ഈക്വൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു A/2. അപ്പോൾ എഫ് വൈയും A/2 ഔട്ട് സൈഡ് എടുക്കുക. എഫ് വൈ ഇൻറ്റു A/2 ഇസ് ഈക്വൽ ഇൻറ്റു y1 പ്ലസ് y2. എഫ് വൈ ഇൻറ്റു A/2 ഇൻറ്റു y1 പ്ലസ് y2. സോ നമ്മുടെ എം പിയുടെ ഇക്വേഷൻ എന്ത് വന്നു, എഫ് വൈ ഇൻറ്റു A/2 ഇൻറ്റു y1 പ്ലസ് y2. ദെൻ എയുടെ വാല്യൂ നമുക്കറിയാം റെക്റ്റാങ്കുലർ സെക്ഷൻ ആണ്. റെക്റ്റാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് A1ൻ്റെ വാല്യൂ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി ആണ്. ഓക്കെ, ബി ഇൻറ്റു ഡി, ബി വിടുത്തും ഡെപ്ത് ഡി ആയിട്ടുണ്ടെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി ആണ്. സോ ടോട്ടൽ ഏരിയ ബി ഡി ആണ്. ദെൻ നമുക്കിവിടെ വേണ്ടത് A/2 ആണ്. A/2 വരുമ്പോൾ എന്ത് വരും, അപ്പോൾ A/2 എന്ന് പറഞ്ഞാൽ ബി ഡി ബൈ 2 വരും. ഓക്കെ, ബി ഡി ബൈ 2 വന്നു. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, എഫ് വൈ ഇൻറ്റു ബി ഡി ബൈ 2. ദെൻ y1ൻ്റെയും y2ൻ്റെയും വാല്യൂ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, y1 y2 ഇത് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. സോ y1ൻ്റെ വാല്യൂ d/4 ആണ്, y2ൻ്റെ വാല്യൂ d/4 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d/4 പ്ലസ് d/4. സോ d/4 പ്ലസ് d/4 എന്ന് പറഞ്ഞാൽ 2d/4 വരും. ദെൻ ഇവിടുത്തെ 2ഉം ആ 2ഉം ക്യാൻസൽ ചെയ്യും. സോ വി ഗെറ്റ് എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 4. എം പി പ്ലാസ്റ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 4. ദെൻ നമ്മൾ എം വൈ കാൽക്കുലേറ്റ് ചെയ്തു, എം വൈ ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 6 കിട്ടി. എം പി ഇസ് ഈക്വൽ ടു എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 4 കിട്ടി. ദെൻ therefore ഷേപ്പ് ഫാക്ടർ ഇസ് ഈക്വൽ ടു, ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് മൊമെൻറ്റ് ടു ഈൽഡ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് എം പി ബൈ എം വൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എം പിയുടെ വാല്യൂ എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 4ഉം എം വൈ എഫ് വൈ ഇൻറ്റു ബി ഡി സ്ക്വയർ ബൈ 6ഉം. സോ ഇത് എഫ് വൈ ക്യാൻസൽ ആവും, ബി ഡി സ്ക്വയർ ക്യാൻസൽ ആവും. ദെൻ 1/4 ബൈ 1/6 ദാറ്റ് ഈസ് 6/4 ദാറ്റ് ഈസ് 3/2 1.5. സോ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. ഇത് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനൊക്കെ കാണാതെ പഠിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നെക്സ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് കോംപ്രഹെൻസീവ് എക്സാം ഒക്കെ ഉണ്ട്, അതിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 1.5 ആണ് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ. ഓക്കെ, ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഷേപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കതുപോലെ സർക്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, കൺസിഡർ എ സർക്കുലർ സെക്ഷൻ ഓഫ് റേഡിയസ് R. റേഡിയസ് R ആയിട്ടുള്ള ഒരു സർക്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. ലെറ്റ് ദ ഡയമീറ്റർ ബി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ D. ദെൻ വി ഹാവ് ഫോർ സർക്കുലർ സെക്ഷൻ, സർക്കുലർ ആയിട്ട് D ഡയമീറ്ററിലുള്ള ഒരു സർക്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ I ഇസ് ഈക്വൽ ടു π/64 d⁴ ആണ്. അതുപോലെ y max എന്ന് പറഞ്ഞാൽ d/2 ആണ്. സോ z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, I/y max ആണ് z. സെക്ഷൻ മോഡുലസ് ഇസ് ഈക്വൽ ടു I/y max, that is π/64 d⁴ divided by d/2. Therefore we get π/32 d cube. Then we have my, yield moment is equal to, yield moment എന്താണ്, fy into z ആണ്. So fy into z, that is fy into z ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, π/32 d cube. ഇലാസ്റ്റിക് yield moment കാണാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, fy into z ചെയ്യുക, fy into I/y ചെയ്താലും നമുക്ക് yield moment കിട്ടും. അത് നമ്മൾ സാധാരണ പോലെ തന്നെ ഓരോ നമുക്ക് സർക്കുലറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയാം, അതുപോലെ ട്രയാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയാം. ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ്റെ യൂസ് ചെയ്തിട്ട് അതുപോലെ നമുക്ക് ഈൽഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നമ്മൾ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ട്രെസ് കർവ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ സ്ട്രെസ് കർവ്. ഇവിടെയും നമ്മുടെ സെക്ഷനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. ടോപ്പ് സൈഡിലെ ഏരിയയും ബോട്ടം സൈഡിലെ ഏരിയയും ഈക്വൽ ആയിരിക്കും. അതായത് കംപ്രഷൻ ഫോഴ്സ് FC ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കംപ്രഷൻ ഫോഴ്സ് FC, ഇവിടെ ടെൻസൈൽ ഫോഴ്സ് FT, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്
പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ആണ് ഈ സെൻറ്ററിലുള്ളത്. ദെൻ കംപ്രസീവ് ഫോഴ്സിലേക്കും ടെൻസൈൽ ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y1 y2. നേരത്തെ പറഞ്ഞതിൻ്റെ ടേംസ് എല്ലാം സെയിം തന്നെയാണ്, വാല്യൂ മാത്രമേ ചേഞ്ച് വരുള്ളൂ. സോ y1 എന്നുള്ളത് കംപ്രസീവ് ഫോഴ്സിലേക്കുള്ള ഡിസ്റ്റൻസും y2 എന്നുള്ളത് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. ദെൻ y1 y2 കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്കറിയാം ഇതൊരു സർക്കുലർ സെക്ഷൻ ആണ്. സോ ഇതിനെ നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏരിയ ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്നാൽ ഇത് സെൻറ്ററിൽ തന്നെ ആയിരിക്കും ആ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ, സിമെട്രിക്കൽ ആയിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ടോട്ടൽ ഏരിയനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ ആയിരിക്കും അത് ഡിവൈഡ് ചെയ്യുന്നത്. സോ A1 എന്ന് പറഞ്ഞാൽ ടോപ്പ് സൈഡിലെ ഏരിയ, A2 എന്ന് പറഞ്ഞാൽ ബോട്ടം സൈഡിലെ ഏരിയ. അപ്പോൾ ഇതൊരു സെമി സർക്കുലർ പോലെയാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ടോപ്പ് സൈഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് സെമി സർക്കുലർ ആണ്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഈ ഒരു FC ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു സെൻട്രോയിഡിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4r/3π ആണ്. ഓക്കെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് 4r/3π ആണ്. സോ നമ്മുടെ ഇവിടുത്തെ y1ൻ്റെ വാല്യൂ വരുന്നത്, y2ൻ്റെ വാല്യൂ വരുന്നത് ഈ ഒരു 4r/3π ആണ്. കാരണം ഇതിൻ്റെ സെൻട്രോയിഡിലാണ് നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇവിടെയും സെൻട്രോയിഡിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നേരത്തെ റെക്ടാങ്കുലറിൻ്റെ സെൻട്രോയിഡിലാണ് ആക്ട് ചെയ്തത്. റെക്ടാങ്കുലറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു റെക്ടാങ്കിളിൻ്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ d/2ൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് d/4 വന്നു. ഇവിടെ സെമി സർക്കിൾ, ഇത് ടോട്ടൽ സർക്കിളിനെ നമ്മൾ ഈക്വലിയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഏരിയ ഈക്വലി ഡിവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. സോ സെമി സർക്കിളായിട്ടാണ് നമുക്ക് കിട്ടുക ഒരു പെർട്ടിക്കുലർ ഒരു സെക്ഷന്. ടോപ്പ് സൈഡും ബോട്ടം സൈഡും സെമി സർക്കിളാണ്. ദെൻ സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡിലാണ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4r/3π ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ y1ൻ്റെ വാല്യൂ 4r/3π, y2ൻ്റെ വാല്യൂ 4r/3π. അതാണ് ഇവിടെ പറയുന്നത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ കംപ്രസീവ് ഏരിയ ഈസ് അറ്റ് y1 ദാറ്റ് ഈസ് 4r/3π എബോവ് ഡയമട്രൽ സെക്ഷൻ ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ടെൻസൈൽ ഏരിയ ഈസ് അറ്റ് y2 ദാറ്റ് ഈസ് 4r/3π ബിലോ ദ ഡയമട്രൽ സെക്ഷൻ, അതായത് പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. Therefore, we can write MP is equal to, that is the moment of resisting forces about the plastic neutral axis is equal to FC into y1 plus FT into y2. Then നമുക്ക് FCക്കും y1നും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FC എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, FC is equal to FY into ഏരിയ അല്ലേ. FC is equal to നേരത്തെ നമ്മൾ യൂസ് ചെയ്തു. FC is equal to പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് is equal to stress into ഏരിയ, that is FY into A1. ദെൻ A1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയയുടെ പകുതിയാണ്. A1 is equal to A/2. A1 is equal to A/2 ആണ്. സോ A1നെ നമ്മൾ A/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് A1 is equal to A/2. Therefore we get A/2 into Fy into y1 plus A/2 into Fy into y2. Therefore A/2നെയും y-നെയും നമുക്ക് പുറത്തെടുക്കാം. സോ A/2 into Fy into y1 plus y2 എന്ന് വരും. സോ MP is equal to A/2 into Fy into y1 plus y2. നേരത്തെ നമുക്ക് ഇതേപോലെ ഇക്വേഷനെ കിട്ടിയെന്ന് അവിടെ നമ്മൾ എന്നിട്ട് എക്കും y1നും y2നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ MP is equal to A/2 into Fy into y1 plus y2 എന്ന് കിട്ടി. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരിക. MP is equal to A/2 into Fy into y1 plus y2 ആണ്. ഓരോ സർക്കിൾ ആണെങ്കിൽ y1 y2 വാല്യൂ മാറും, ഏരിയ മാറും. അതുപോലെ ട്രയാങ്കിൾ ആണെങ്കിലൊക്കെ ഈ വാല്യൂ y1ൻ്റെയും എയുടെയും വാല്യൂ ചേഞ്ച് ആവും. ദെൻ നമുക്കറിയാം ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ, ഏരിയ എന്ന് പറഞ്ഞാൽ π/4d² ആണ്. സർക്കിളിൻ്റെ ഏരിയ π/4d² ആണ്. സോ A/2 എന്ന് പറഞ്ഞാൽ π/4d² ഇൻറ്റു 1/2 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ Fy തന്നെയാണ്. ദെൻ y1ഉം y2ഉം 4r/3π വരും. ദെൻ d² ആണ് ഇവിടെ വരുന്നത്. ഏരിയ നമ്മൾ എഴുതിയത് ഡീൻ്റെ ടേമിലാണ്. ഇവിടെ y1ഉം y2ഉം ആറിൻ്റെ ടേമിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാം 2r ആണ് d എന്ന് പറഞ്ഞ വാല്യൂ. 2 ഇൻറ്റു റേഡിയസ് ആണ് ഡയമീറ്റർ. സോ ഇവിടെ 2 ഇൻറ്റു r, ഇവിടെ 4r/3π പ്ലസ് 4r/3π എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4r/3π വരും. ദാറ്റ് ഈസ് 8r/3π. അതിൽ 2rനെ നമുക്ക് ഡീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 4d/3π എന്ന് വരും. ദെൻ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ Fy ഇൻറ്റു dq/6 എന്ന് കിട്ടി. MPയുടെ വാല്യൂ Fy ഇൻറ്റു dq/6 എന്ന് കിട്ടി. ദെൻ ഷേപ്പ് ഫാക്ടർ എഴുതാം. ഷേപ്പ് ഫാക്ടർ S is equal to ratio of plastic moment to yield moment, that is MP/My. ദെൻ MPക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക Fy ഇൻറ്റു dq/6. ഓക്കെ, MP is equal to Fy ഇൻറ്റു dq/6. ഇവിടെ നമുക്ക് പൈയും എല്ലാം ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഫോം കിട്ടി. ദെൻ My നമ്മൾ എഴുതിയിട്ടുണ്ട്. My is equal to Fy ഇൻറ്റു π dq/32 ആണ്. Fy ഇൻറ്റു π dq/32.
ദെൻ എഫ് ഐ ക്യാൻസലായി, ഡി ക്യൂബ് ക്യാൻസലായി, ബാക്കി എന്ത് വരുന്നുണ്ട് 16/3π എന്ന് കിട്ടി. 16/3π ഷേപ്പ് ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു 16/3π. ദെൻ നമ്മൾ പൈനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി ഗെറ്റ് ഷേപ്പ് ഫാക്ടർ ഇസ് ഈക്വൽ ടു 1.698. സോ സർക്കുലർ ആയിട്ടുള്ള സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ 1.698, റെക്ടാങ്കുലർ ആയിട്ടുള്ള സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടർ 1.5. സോ ഇങ്ങനെയാണ് ഷേപ്പ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സെക്ഷനിൽ നമ്മൾ റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറും സർക്കുലർ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറും കണ്ടു. നെക്സ്റ്റ് നമുക്ക് ഇനി ട്രയാങ്കിളിൻ്റെ വരുന്നുണ്ട്, അതുപോലെ ഡയമണ്ട് അതായത് നമ്മുടെ റോംബോയിഡിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ട്രയാങ്കുലറിൻ്റെയും അതുപോലെ ഡയമണ്ട് സെക്ഷൻ്റെയൊക്കെ ഷേപ്പ് ഫാക്ടർ നോക്കാം. ഓക്കെ.